ആലപ്പുഴയിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനും ഒരു മികച്ച ആർട്ട് ഡയറക്ടറുമായ പാപ്പച്ചൻ്റെ വീട്ടിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് ഒരു ശില്പം കണ്ടാണ്. നമ്മളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, മധു എന്ന് പറയുന്ന ഒരു ആദിവാസിയെ മരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നത് നമ്മൾ ടി വിയിൽ കണ്ടതാണ്. മധുവിനൊരു സ്മാരകം ഇവിടെ പാപ്പച്ചൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്, ഈ പാപ്പച്ചൻ കൊത്തി വച്ചിരിക്കുന്നത് തടിയിലാണ് മധുവിൻ്റെ പടം. പക്ഷെ മധുവിനെ കൊത്തി വച്ചിരിക്കുന്നത് മലയാളിയുടെ നെഞ്ചിലാണ് കൊത്തി വച്ചിരിക്കുന്നത്. ഈ മധു എന്ന് പറയുന്ന ഈ ആദിവാസി ഒരു ചെറിയ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അയാളെ ഒരു വൃക്ഷത്തിൽ കെട്ടിയിട്ട് തല്ലി കൊല്ലുന്നത് നമ്മളെല്ലാം ചലച്ചിത്രം കാണുന്നത് പോലെ ടി വി കൂടെ കണ്ടതാണ്. ആ മനുഷ്യന് എതിരെ അവരുടെ വീട്ടുകാർ കേസിന് പോയി. ഒട്ടനവധി സാക്ഷികളുണ്ടായിരുന്നു. പക്ഷേ ആ സാക്ഷികളെല്ലാം അവസാനം പണത്തിൻ്റെ പേരിൽ മറിയുകയാണ് ഉണ്ടായത്. നമ്മളോട് ചോദിക്കുകയാണ്, ഞാനൊരു ആദിവാസിയായി പോയി ജനിച്ചതാണോ എൻ്റെ പ്രശ്നം? ഒരു ആദിവാസി സ്ത്രീയുടെ ഗർഭത്തിൽ പിറന്നത് കൊണ്ടാണ് ഞാൻ ആദിവാസിയായത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ആരും ചെയ്തത് ആഹാരം അടുത്തിരിപ്പുണ്ടെടുത്ത് കഴിക്കും, ഇല്ലേ? ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ ആഹാര പദാർത്ഥം എടുത്ത് മോഷ്ടിച്ച് കഴിച്ചതിൻ്റെ പേരിൽ ജനം തല്ലിക്കൊല്ലുകയായിരുന്നു. അതെങ്ങനെയാണ് കൊല്ലുന്നത്? കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കലാകാരനായ ഹൃദയനൊമ്പരമുണ്ടായ ഈ പാപ്പച്ചൻ ഒരു മരത്തിൽ മധുവിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ശില്പം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയുണ്ടായി. കാരണം മധു എന്നും എൻ്റെ ഒരു വേദനയാണ്. മധു എന്ന് പറയുന്ന മനുഷ്യൻ അത് കേരളത്തിലാണല്ലോ ജനിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഇതുമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ പോലും ആദിവാസികൾക്ക് രക്ഷയില്ല.